കൊല്ലം കടവൂരിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. ശക്തികുളങ്ങര സ്വദേശിനി സജിതയാണ് മരിച്ചത്. സ്കൂട്ടർ യാത്രക്കാരിയായ ഇവരുടെ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങുകയായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കൊല്ലം ബൈപ്പാസിൽ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ആ ഭാഗത്താണ് ഇപ്പോൾ കടവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അപകടമുണ്ടായത്. ഒരു യുവതിക്ക് ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഇപ്പം ഒരു രാവിലെ 9 നടന്ന സംഭവമാണ്. അവർ സ്കൂട്ടറിൽ ഭാര്യയും ഭർത്താവും കൂടെ വന്നിരുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾക്ക് ആ റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന ബൈപ്പാസിന്റെ പണിയുടെ സാധനങ്ങളും മണ്ണും ഒക്കെ വെട്ടിയിട്ടത് കാരണം അവർ സൈഡിലോട്ട് എടുത്തപ്പോഴത്തേക്ക് വണ്ടി മറിയുകയാണ് ഉണ്ടായത്. വണ്ടി മറിയുമ്പോഴും ബാക്കിൽ വരുന്ന ലേഡി റോഡിൽ വീഴുകയും അവിടെ അതോ ബൈപ്പാസിന്റെ പടിയിൽ ഇട്ടിരുന്ന വണ്ടി തലയിൽ കൂടെ കയറി ഇറങ്ങിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അരമണിക്കൂറോളം ബോഡി അവിടെ കിടക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ദാരുണമായിട്ടുള്ള രീതിയായിരുന്നു. തലച്ചോറ് പുറത്ത് ചാടി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ LP സ്കൂൾ ഉൾപ്പെടെ 2 സ്കൂളുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ കുട്ടികൾ ചിലപ്പോൾ രാവിലെ പോകുമ്പം ഇവിടെ റോഡായിരിക്കും, കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ മൊത്തം കുഴിച്ചിട്ടിരിക്കും. കുട്ടികൾക്ക് പോലും എങ്ങോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ അതിനുള്ളൊരു കൗൺസിലർ നിലയിൽ നേരത്തെ ഒരു അറിയിപ്പ് തരാം, അല്ലെങ്കിൽ രാത്രി ഞങ്ങളിവിടെ കുഴിക്കുന്നു, ഒരു അറിയിപ്പും ഇത്രയും മണിക്കൂറായിട്ട് പോലും ഡെപ്യൂട്ടി കളക്ടർ ഇവിടെ നമുക്ക് എത്തിയിട്ടുണ്ട്, സൈറ്റിലെത്തിയിട്ടുണ്ട്. പക്ഷേ ശിവാലയോട് ഒരു ഉദ്യോഗസ്ഥരും, ഈ ബൈപ്പാസിന്റെ ആവട്ടെ ശിവാലയുടെ ഒരു ഉദ്യോഗസ്ഥർ പോലും ഈ നിമിഷം വരെ ഈ ഒരു ഇത്രയും സംഭവം ഉണ്ടായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. ആ കുഴിയൊന്നും കണ്ട ഒരു റിഫ്ലക്ടർ വെക്കുകയോ ഒരു ബാരിക്കേഡ് വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ നേരെ വരുന്നപ്പോൾ ലൈറ്റിന്റെ പ്രശ്നം, അത് രാത്രി സന്ധ്യ കഴിഞ്ഞാൽ ഒരു ലൈറ്റും ഇല്ല ഇവിടെ. അല്ലെ അവർ ഈ ഒരു പ്രധാന ഘടകങ്ങളിൽ ഇത് ചെയ്യുമ്പോഴത്തേന് അവിടെ എമർജൻസി ലൈറ്റ് കൊണ്ടുവെക്കണ്ട, അതൊന്നുമില്ല. ഇത് ഇവിടുത്തെ മാത്രം നീരാവിന്റെയോ കുരിപ്പയുടെയോ വിഷയമല്ല. ഈ NH പോകുന്ന എല്ലാ പ്രദേശത്തും ഇത് തന്നെയാണ്. അവർക്ക് കുറെ ബംഗാളികളെ കൊണ്ടുവന്ന് ഓരോ പ്രദേശത്ത് ഇറക്കും. അവിടെ ഒരു സർവീസ് റോഡ് പൊളിച്ചിട്ടിരിക്കുമ്പോഴാണ് അതിലേക്കൂടെ യാത്ര ചെയ്യാൻ വയ്യാതെ കറങ്ങി ഇപ്പുറത്തൂടെ പോകുമ്പോൾ ഇപ്പുറത്തും പൊളിച്ചിടുന്ന അവസ്ഥയാണ്. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നാൽ കുരിപ്പയുടെ ഭാഗം അങ്ങനെയാണ്. ആ പ്രദേശത്തുള്ള ആളുകൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ വയ്യ, പോയിട്ടുള്ളവര് തിരിച്ച് കയറാനും വയ്യാത്ത സാഹചര്യമാണ്. അത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാത്ത വർക്കുകളാണ് അവർ ചെയ്യുന്നത്. തുടർച്ചയായി ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ പ്രതിഷേധമാണ് ഈ ജനങ്ങളെല്ലാം തന്നെ പറയുന്നത്. കഴിഞ്ഞ മാസം 22-ാം തീയതി ഇവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഈ സ്ഥലത്ത് പോലീസിനെ നിയോഗിക്കണം, റിഫ്ലക്ടർ സ്ഥാപിക്കണം എന്നൊക്കെ പറഞ്ഞ് നിവേദനം നൽകിയതും നാളിതുവരെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല.